യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ നല്ല ദൈവം നമുക്കൊരുക്കിയ അവസരത്തെ ദൈവകരങ്ങളിൽ നിന്ന് നന്ദിയോടെ നമ്മൾ സ്വീകരിക്കുക. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഇന്ന് ആവശ്യമായിട്ടുള്ള സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളെയും നമ്മളിലേക്ക് ഒഴുകുവാൻ പരിശുദ്ധ അമ്മ ഏറെ സ്നേഹത്തോടെ താല്പര്യത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ആ അമ്മയുടെ സന്നദ്ധിയിൽ നമ്മളിന്ന് സമർപ്പിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴിയായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് സ്നേഹപൂർവം ഈ ഗാനത്തിൻ്റെ ഈരടിയിലൂടെ കടന്നു പോകാം. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലേ തിരുനാമമന്ത്രങ്ങളുരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പൂ. ചേർന്ന് പാടാം. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലേ തിരുനാമമന്ത്രങ്ങളുരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പൂ. ആവേ 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 മരിയ, ആവേ 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 മരിയ, സ്നേഹിച്ച് ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും ചേർന്നൊരിക്കൽ കൂടി ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ വലതേരടുത്തെന്ന് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി തന്ന ഒരു വചനം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ യേശു നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ചില മേഖലകളുണ്ട്. അതൊരുപക്ഷെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാകാം, അവരുടെ പഠന മേഖലയോ, ഇപ്പോൾ കടന്നു പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ചില യോഗ്യതാ പരീക്ഷകളിലുള്ള നിരന്തര പരാജയത്തിൻ്റെ മേഖലയാകാം. ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരിക്കാം നിൻ്റെ കുടുംബം കടന്നു പോകുന്നത്. ചില മാരകമായ രോഗങ്ങൾ നിങ്ങളെ തളർത്തിക്കളയുന്നുണ്ടാകാം. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകാം. വലിയ ഭാരത്തിലും ദുഃഖത്തിലും നിരാശയിലിരിക്കുന്നവരോട് യേശു പറയുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്തു. മരിച്ചുപോയ ലാസറിൻ്റെ ജീവിതത്തിൽ പോലും അവനൊരു പ്രവൃത്തി ചെയ്യാമെങ്കിൽ ദൈവം ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്യും. ഈ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ, നിൻ്റെ ഭവനത്തിൻ്റെ മേൽ, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഈ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്ന എൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ യേശു ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും അവൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരമൊന്ന് ഉയർത്തുക, കണ്ണുകളൊന്ന് അടയ്ക്കുക. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഇന്ന് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? യേശു പറയുന്നു,
ഞാൻ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഈശോയോട് പറയും, ഈശോയെ ഇന്ന് നിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ ബിസിനസ് മേഖലയിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ കടഭാരത്തിൽ. ദൈവമേ നീ ഒരു പ്രവൃത്തി ചെയ്യണം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണം. കരങ്ങൾ ഉയർത്തി ദൈവം ഇന്ന് ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞെന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന നല്ല ദൈവമേ. നിന്റെ പ്രവൃത്തികൾക്ക് ഞങ്ങൾ മുന്നവേ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് ചെയ്യാൻ പോകുന്ന മഹനീയമായ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങൊരു പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ. അങ്ങൊരു പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവൃത്തി ചെയ്യണമേ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞാനുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ദൈവമേ നീ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ഒരു പ്രവൃത്തി ചെയ്യുക. ഹബക്കൂക്ക് 1:5 പറഞ്ഞു, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി അത് ചെയ്യുന്ന ദൈവം യേശു ക്രിസ്തു ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടുക. ആ ഈശോയെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിച്ച് അവൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം സർവശക്തനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചേർന്ന് പാടാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. 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 നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്ന് അടച്ച് ഹൃദയത്തെ ശാന്തമാക്കാം. ഈശോ നീ എന്നോടൊന്ന് സംസാരിക്കണം. ഒന്നിൻ്റെ മൃദുസ്വരമൊന്ന് എന്നെ കേൾപ്പിക്കണമേ കർത്താവേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ.
മറ്റൊന്നും വേണ്ട. വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണമേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ഈശോ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോർജ് ആഡം സ്മിത്ത് പ്രസിദ്ധനായിട്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷകനാണ്. ഒരിക്കൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കാൻ പോയി. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം, സഞ്ചാരികളുടെ പർദീസ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ സ്വിറ്റ്സർലൻഡ്. അവിടെ അനേക കൊടുമുടികളുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു കൊടുമുടിയാണ് വൈസ്ഹോൺ കൊടുമുടി. സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിലുള്ള ഒരു കൊടുമുടിയാണത്. ആഡം സ്മിത്ത് ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ വളരെ ക്ലേശിച്ച് ഈ കൊടുമുടിയുടെ ഉച്ചിയിലെത്തി. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഉടനെ ഗൈഡ് വിളിച്ചു പറഞ്ഞു, മുട്ടിന്മേൽ നിൽക്കൂ, മുട്ടിന്മേൽ നിൽക്കൂ. ആഡം സ്മിത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിലും ഗൈഡിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം മുട്ടിന്മേൽ നിന്നു. അതിനുശേഷം ഗൈഡ് പറഞ്ഞു, കൊടുങ്കാറ്റ് ശക്തമായി അടിക്കുന്ന സമയത്ത് നിങ്ങൾ നിവർന്നു നിന്നാൽ കൊടുങ്കാറ്റ് നിങ്ങളെയും കൊണ്ടുപോകും. ഈ കൊടുങ്കാറ്റിനെ മറികടക്കാനുള്ള ഏക മാർഗം മുട്ടിന്മേൽ നിൽക്കുക എന്നത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാറുണ്ട്. ഒരുപക്ഷെ അത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു മാരകമായ രോഗമായിരിക്കാം. ചെറിയ ഒരു രോഗ ലക്ഷണം നമുക്കുണ്ടാകുന്നു. ഒരു സാധാരണ രോഗമാണെന്ന് വിചാരിച്ച് നമ്മൾ പരിശോധനയ്ക്കായി ആസ്പത്രിയിൽ ചെല്ലുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്നു, നിങ്ങൾക്ക് വളരെ ഗൗരവമായ, ഗുരുതരമായ, മരണകരമായ ഒരു രോഗമാണുള്ളത്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇതേപോലെ മാരകമായ രോഗത്തിന് അടിമകളായിട്ടുള്ളവരായിരിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് നിങ്ങളുടെ വേദന അറിയാൻ കാരണം ഞാനും ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. 2008 എനിക്ക് ശാരീരികമായി വലിയ ക്ഷീണം അനുഭവപ്പെട്ടു. വയറ്റിലൊരു അസ്വസ്ഥത മാറുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പോയി. ഞാൻ വിചാരിച്ചു വയറിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിനൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടെ പരിശോധന നടത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഗൗരവമായ ഒരു ഹൃദയത്തിൻ്റെ അസുഖമുണ്ട്. 3 മാസം കിടന്ന കിടപ്പിൽ റെസ്റ്റ് എടുക്കണം. ഇതേ രീതിയിൽ വൈദ്യശാസ്ത്രം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു രോഗത്തിൻ്റെ, കൊടുങ്കാറ്റിൻ്റെ
ഭീഷണിയുടെ മുമ്പിൽ നമ്മളത് കണ്ട് പേടിക്കേണ്ട വ്യക്തികളല്ല. ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഹെസക്കിയ രാജാവിൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. അത് വളരെ മാരകമായ രോഗമായി മരണത്തിന് അടുത്തെത്തി. അപ്പോൾ യേശയ്യാ പ്രവാചകൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നീ മരിക്കും, നിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. ഹെസക്കിയ രാജാവ് ഈ മരണത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പേടിച്ച് വിറച്ചില്ല, അദ്ദേഹം നിരാശനായില്ല. നേരെ മറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അദ്ദേഹം ചുമരിന് നേരെ തിരിഞ്ഞു കിടന്നു. പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധിക്കണം. അദ്ദേഹം ചെയ്തത് ചുമരിന് നേരെ തിരിഞ്ഞു കിടന്നു എന്നുള്ളതാണ്. ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ മാത്രം കാണുവാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അദ്ദേഹം ചുമരിന് നേരെ തിരിഞ്ഞു കിടന്നു. എന്നിട്ട് ഹൃദയവേദനയോടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എപ്രകാരമാണ് വിശ്വസ്തയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചത് എന്ന് അവിടുന്ന് ഓർക്കണമേ. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ അവിടുന്ന് അനുസ്മരിക്കണമേ. അവിടുന്ന് എൻ്റെ ജീവിതത്തോട് കരുണ തോന്നണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം യേശയ്യാ പ്രവാചകനെ വിളിച്ച് ഇപ്രകാരം പറയുകയാണ്, നീ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുക. ഹെസക്കിയ രാജാവിനോട് ഇപ്രകാരം പറയുക, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണിത്. ദൈവം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ കണ്ണുനീര് കാണുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അനന്തരം യേശയ്യാ പ്രവാചകൻ പറയുകയാണ്, നീ 15 വർഷങ്ങൾ കൂടെ ജീവിക്കും, നിന്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണിത്. 16 വർഷങ്ങൾ കഴിഞ്ഞു. ഗൗരവമായ ഹൃദയത്തിൻ്റെ രോഗമുണ്ട് എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. 16 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആരോഗ്യത്തോടെ ഞാൻ ജീവിക്കുകയും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ദൈവം തീരുമാനിക്കാതെ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. ദൈവം തീരുമാനിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കാരണം ആയുസ്സിൻ്റെ നാഥൻ, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനങ്ങൾ 46:1 ഇപ്രകാരം പറയുന്നു, കർത്താവാണ് നമ്മുടെ അഭയവും ശക്തിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് നമ്മുടെ അഭയവും ശക്തിയും. നിങ്ങൾക്ക് അനേക സുഹൃത്തുക്കളുണ്ടാകാം, നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടാകാം, നല്ല സമ്പത്തുണ്ടാകാം. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊന്നും, ഈ സമ്പത്തൊന്നും നിങ്ങളെ സഹായിക്കുകയില്ല. ഇതൊക്കെ താൽക്കാലികമാണ്, കടന്നു പോകുന്നതാണ്. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാനാണ് മകനെ, മകളെ, നിന്റെ അഭയവും നിന്റെ ശക്തിയും. അടുത്ത വചനം ഇപ്രകാരം പറയുന്നു, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്, ഉറപ്പുള്ള തുണയാണ്, യാതൊരു സംശയവുമില്ല.
കഷ്ടതയിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ നിശ്ചയമായും ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് 2-ാം വാക്യം പറയുന്നത്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, പർവ്വതങ്ങൾ മാറുന്നു. ഇത്ര വലിയ പ്രശ്നമുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ആ സമയത്ത് പോലും എന്നെ സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സാധിക്കും. നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ദൈവം നോക്കുന്നില്ല, നിൻ്റെ ചരിത്രം ദൈവം നോക്കുന്നില്ല. നിൻ്റെ വർത്തമാനകാലമാണ് ഇപ്പോൾ. നീ ഏത് മനസ്സോടെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് എന്ന് മാത്രമാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയുടെ അതിരുകളോളം യുദ്ധം ഇല്ലാതാക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങളായിരിക്കും, പോരാട്ടങ്ങളായിരിക്കും. ശത്രു നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരമായി നിനക്ക് മനസ്സമാധാനമില്ലാതെ നിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം 10-ാം വാക്യം പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ ദൈവത്തിൻ്റെ അനന്തമായ നിരന്തരമായ പരിപാലനം അനുഭവിച്ചുകൊണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തെ കർത്താവിനോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഞാൻ രോഗിയാണ്, ഞാൻ വലിയ ഭയത്തിനടിമയാണ്, പല കാര്യങ്ങളെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് അയക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമുക്കുണ്ടാകാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശാന്തമായി ഞങ്ങളിൽ നിറയണമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നെ വന്ന് മൂടണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകം നൽകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. ശാന്തമായ സ്വരത്തിൽ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈശോ, 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 ഈശോ. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ ബലം അവിടുന്ന് പറയുന്നു. ഈ കൊടുങ്കാറ്റിനെ അവിടുന്ന് കീഴടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ സമാധാനമായി കടന്നു വരണമേ. കർത്താവേ, അവിടുന്നാണല്ലോ എൻ്റെ സമാധാനം. ഈശോയെ, സമാധാനമായിട്ട് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് എൻ്റെ സമാധാനമായിരിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനമായിരിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ സമാധാനമായിരിക്കണമേ. കർത്താവേ, എനിക്ക് ആരുമില്ലെന്ന് അവിടുന്ന് ഓർക്കണമേ, എന്നോട് കരുണ തോന്നണമേ.
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, സർവശക്തനായ ദൈവമേ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. കർത്താവേ, നിരുപാധികം ഞാൻ കീഴടങ്ങുന്നു. എൻ്റെ കരിഞ്ഞ കാലങ്ങളെ ഓർക്കരുതേ കർത്താവേ. എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥനയെ ഓർക്കണമേ ഈശോയെ, എന്നെ ഓർക്കണമേ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ ഈശോയെ. നന്ദി ഈശോയെ, സ്തുതി. ഹല്ലേലൂയ, 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 കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളെയും രോഗങ്ങളെയും കണ്ണുനീരുകളെയും എല്ലാം ഏറ്റെടുക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് സമീപസ്ഥനായിരിക്കണമേ. ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ കണ്ണുനീരിനെ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ദിവ്യവൈദ്യനായി അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ ഞങ്ങളുടെ ശിരസിലേക്ക് അവിടുന്ന് വെക്കണമേ. സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. നല്ല വിജയം നൽകി മക്കളെ അനുഗ്രഹിക്കണമേ. അവരെ കുറിച്ചുള്ള ഞങ്ങളുടെ ഉത്കണ്ഠകൾ, ആകുലതകൾ, ഭയം എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് കുടുംബത്തിനും തിരുസഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. സാമ്പത്തിക മേഖലകളിൽ ഒരു പുതിയ വഴി ഞങ്ങൾക്കായി തുറക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണമേ. ഞങ്ങളുടെ ജോലി മേഖലകളിൽ ഉയർച്ച നൽകണമേ. കർത്താവായ ഈശോയെ, ഒരു ജീവിത മാർഗത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ഒരു പുതുവഴി തുറക്കണമേ. കർത്താവേ, വളരെയധികം പഠിച്ചിട്ടും ജോലിയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ദുശീലങ്ങൾ കടിമപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെ ഈ രാത്രിയിൽ വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ
തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു 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 സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് യാതൊന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഏറ്റുപറയുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഏറ്റുപറയുന്നു. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ രക്ഷകനും നാഥനും നാഥനും കർത്താവും കർത്താവും അങ്ങ് മാത്രമാണെന്ന് അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലേക്കും എല്ലാ ആവശ്യങ്ങളിലേക്കും എല്ലാ കുറവുകളിലേക്കും എല്ലാ കുറവുകളിലേക്കും എല്ലാ പ്രതിസന്ധികളിലേക്കും എല്ലാ പ്രതിസന്ധികളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലത് കരം നീട്ടണമേ. കർത്താവേ, കൊടുങ്കാറ്റിനെ ശാന്തനാക്കിയ ദൈവമേ, കടലിനെ ശാന്തനാക്കിയ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ കടലിനോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ രക്ഷകനായി കടന്നു വരണമേ. നാഥനായി കടന്നു വരണമേ. പരിപാലകനായി കടന്നു വരണമേ. വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടാതെ കാത്തുരക്ഷിക്കാൻ യേശുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും ദൈവകൃപയെ പ്രാപിക്കാനും നല്ല ദൈവം നമുക്ക് വലിയ ഒരവസരമൊരുക്കി. ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം. ഷാലോമിൻ്റെ ഏറ്റവും സ്നേഹിക്കവരെ, നമ്മളിലൂടെയാണ് കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ വചനം എത്തിക്കുവാൻ ഷാലോം ടെലിവിഷൻ ആരംഭിച്ചത്. നമ്മുടെ പ്രാർത്ഥനയും പങ്കുവെക്കലും. ഷാലോം ടെലിവിഷൻ ദൈവകൃപയാൽ അതിൻ്റെ 20ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വലിയ പരിപാലനം ഒന്ന് നമ്മൾ ഹൃദയപൂർവ്വം ഓർത്തേ. നമ്മളിൽ ഓരോരുത്തരിലൂടെയല്ലേ പ്രിയമുള്ളവരെ ഈശോ ഈ വലിയ ശുശ്രൂഷയെ ഈ കഴിഞ്ഞ 20 വർഷക്കാലവും മുമ്പോട്ട് നയിച്ചത്. ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ ദൈവം എന്നെയും ഉപയോഗിച്ചല്ലോ. ഈശോയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുക. അതുപോലെ നമ്മുടെ ഈസ്റ്റർ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാരാളം പ്രോഗ്രാമുകൾ ഈസ്റ്ററിന് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ദൈവം ക്രമീകരിച്ചു കൊണ്ടിരിക്കുക. ആ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കൂടുതൽ കൃപ നിറയുവാൻ, കൂടുതൽ അഭിഷേക ശക്തി ആ പ്രോഗ്രാമുകളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആത്മീയ ഉത്തരവാദിത്തമായിട്ട് ദൈവകരങ്ങൾ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഓരോത്രയും ദയുള്ള മാതാവ് എന്ന ജപം ഈ വരുന്ന എല്ലാ ദിനങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂടുന്നത് വരെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഷാലോം ടിവിയുടെ പ്രോഗ്രാമുകളിൽ പുതിയ അഭിഷേകം നിറയുവാൻ, ധാരാളം മക്കളിലേക്ക് അത് അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു എത്രയും ദയുള്ള മാതാവ് എന്ന ജപം മുടങ്ങാതെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമുകൾ നമ്മൾ വാച്ച് ചെയ്യുന്നു. ഈ പ്രോഗ്രാമുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളെ സ്പർശിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട പ്രോഗ്രാമുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. അതിലൂടെ നമ്മളൊരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുക. യേശുവിൻ്റെ ഉദ്ധാനത്തിന് വേണ്ടി ലോകത്തെ നമുക്ക് അപ്രകാരം ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ശാലോമിലേക്ക് അയയ്ക്കുക, ഞങ്ങളെ അറിയിക്കുക. ഈ ശുശ്രൂഷയിൽ ലൈവായി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അയച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഇവിടെ പ്രാർത്ഥിക്കുന്നു. അതിന് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരുന്നുണ്ട്. അതുപോലെ ഈ വാട്സാപ്പ് നമ്പറിൽ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ അറിയിക്കാം. ഈ ശുശ്രൂഷ വഴിയായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക.
വരുന്ന ഒരു മാസം വരെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എന്നും ദൈവസന്നിധിയിൽ ശാലോം മധ്യസ്ഥ പ്രാർത്ഥനാ ടീം ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയെ വീണ്ടും ഓർക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഈ ശുശ്രൂഷയെ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു മഹത്വം നിങ്ങളുടെ മേൽ പൊതിഞ്ഞു നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ ഒരു മഹത്വം നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കീഴിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ മഹത്വത്തിൻ്റെ സാന്നിധ്യമായ ദൈവം നമ്മുടെ കൂടെയുണ്ട്, പ്രിയപ്പെട്ടവരുടെ കൂടെയുണ്ട്, നമ്മളെല്ലാവരോടൊപ്പമുണ്ട്. അതിന് നമ്മെ യോഗ്യരാക്കിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണെന്ന ആ നല്ല തിരിച്ചറിവിൽ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് അമ്മയുടെ നാമം വിളിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord.